ഹേ ഗൈസ്, എല്ലാവർക്കും മാസ്റ്റർ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീ ഗൈസ് MG, ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ നമ്മൾ വന്നേക്കാണ് ഗൈസ് മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട്. മൈൻക്രാഫ്റ്റ് പാർട്ട് 2 ആണ് ഗൈസ്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്ത മച്ചാന്മാരെല്ലാം പോയി പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 ആണ് ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നമ്മുടെ വീട് നമ്മൾ ഈ ഒരു സെറ്റപ്പിലോട്ട് മാറ്റിയെടുത്തേക്കാണ് ഗൈസ്. ഇത് വീട്ടിൽ നിന്ന് മാറി ഒരു ബേസ് പോലെ ആക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ വേറെ 2 കൂട്ടുകാരന്മാരുണ്ട്. ചേർന്നാണ് നമ്മൾ ഈ സെറ്റപ്പ് തുടങ്ങാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഗൈസ്, ഇവിടെ സോംബീസും മോബ്സൊക്കെ ഉണ്ടാവും. നമുക്ക് വീട്ടിൽ കയറിയിരിക്കാം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മൊത്തം ഒന്നുകൂടെ റീബിൽഡ് ചെയ്ത് കംപ്ലീറ്റ് സെറ്റപ്പ് ആക്കി എടുക്കാൻ പോവാണ് ഗൈസ്. എന്തു പറയും നിങ്ങൾക്ക് ഗൈസ്? അതിന് മുമ്പ് ഞാൻ ഈ ഹോം ടൂർ കാണിച്ചു തരാം. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഐറ്റംസാണ് ഗൈസ് ഉള്ളത്. കോള്, അതേപോലെ സാധാ ഐറ്റംസൊക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിക്കാക്സ് മാത്രം വെക്കാനായിട്ടുള്ള ചെസ്റ്റാണ്. ഗോൾഡൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയാൻഡാരും മാത്രം വെക്കാനായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഗൈസ്. ഇത് ഞാൻ ടെസ്റ്റ് അടിച്ചില്ല, നോക്കട്ടെ ഗൈസ്. അടിക്കണം നമുക്ക് ബോയാൻഡാരോ ക്രോസ് ബോൾ പുറത്ത് വെച്ച് ടെസ്റ്റ് അടിക്കണം. കുറച്ച് സോംബിയൊക്കെ ഉണ്ടാവും. ടെസ്റ്റ് അടിച്ചിട്ട് വരാം. നമുക്ക് അവൻ്റെ പേര് ടെസ്റ്റ് അടിക്കാം. കൊണ്ട് ഗൈസ്, ഈ സാധനം കൊള്ളാവേ. ബോയ് നോക്കിയിട്ട് വരാം. ഈ ബോയ്ക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെടുത്ത് ഗൈസ്. ഇതാണ് ഈ നമ്മുടെ ബാനർ MG വിഗ്നിക്കി. ഇത് സംഭവം നമ്മുടെ വീടാണ് ഗൈസ്. നമ്മുടെ വീട്ടിലെ അമ്മമാരെയും കൂടെ ചേർത്ത് കയറ്റിയേക്കാണ്. നമുക്ക് വീട്ടിലോട്ട് പോവാം. ബാക്കി ഞാൻ ഹോം ടൂർ കാണിച്ചു തരാം ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് പകുതി ഉള്ളു ഗൈസ്. കാരണം പാർട്ട് 2 ഞാൻ റെക്കോർഡറായിട്ട് എടുത്തായിരുന്നു. അതെൻ്റെ ഇങ്ങനെ നൈസായിട്ടൊന്ന് ഡിലീറ്റ് ആയിട്ട് ഗൈസ്. ഞാനിപ്പം പാർട്ട് 3 ആണ് ഗൈസ് പാർട്ട് 2 ആയിട്ട് ഇറക്കാൻ പോകുന്നത്. നമ്മുടെ അത് റെക്കോർഡ് ചെയ്തതിനകത്ത് ആ ഹോം മൊത്തം ബിൽഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചായിരുന്നു. നമുക്കിനി ഒരു അണ്ടർഗ്രൗണ്ട് പാസ് വരുന്നുണ്ട് ഗൈസ്. ഇവിടെ അല്ലല്ലോ, എവിടെയാ ഇനി? എവിടെ? ഇവിടാണ് ഗൈസ്. നമ്മുടെ അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് അല്ലേ ഗൈസ്. ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തേക്കുവാ ഗൈസ്. അവിടെ വരെ ഫുള്ള് ഗ്ലാസ് വെച്ച് സെറ്റ് ചെയ്തെടുത്തേക്കുവാ. ഇവിടേക്ക് ഇനി ഗ്ലാസ് വെച്ച് സെറ്റ് ചെയ്യണം ഗൈസ്. ഇവിടേക്ക് നമുക്ക് സെറ്റ് ചെയ്യാണ്ട് നമുക്ക് ചെറുതായിട്ട് നോക്കിയാൽ എന്ത് കോവയ്ക്ക മൊണ്ണയാടാ. ഗ്ലാസ് വെച്ചിരിക്കില്ല, ആർത്തി ഗ്ലാസ്സാണ്. നമുക്ക് നമ്മുടെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഡ് മാത്രമാണ്. സ്വർണ്ണം നമുക്ക് എടുക്കാം. ഇനി അടുത്ത സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ചെസ്റ്റാണ്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ സ്വർഡാണ്. സ്പെഷ്യൽ സ്വർഡെല്ലാം മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതൊരു കിണ്ണ സാധനമാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല, യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി. അതിൽ സോംബിയൊക്കെ വരുമ്പോൾ ആ മറയെടുത്ത് നോക്കാം.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ വിയർ ചെയ്യാനുള്ള ഡ്രസ്സൊന്നുമാണ്. അതിൻ്റെ പരിപാടി കറക്റ്റായിട്ട് അറിയില്ല. അവിടെ മുകളിലേക്ക് കയറി നോക്കാം. ഇതാണ് നമ്മുടെ സീക്രട്ട് സെക്ഷൻ്റെ സീക്രട്ട് റൂം. നമുക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വീട്ടിലൊരു എൻട്രൻസ് വരുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ അടക്കണം. ഈ സാധനം നമുക്ക് ഇതെടുത്ത് കൈ പിടിച്ചേക്കാം. ഇത് കയ്യിലുണ്ട് ഓൾറെഡി. ഇതെടുത്ത് കൈ പിടിച്ചേക്കാം. ഇതെന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നല്ല രീതിയിൽ കുറയുമെന്നാണ് പറയുന്നത്. ഈ സാധനം ഞാൻ കാണിച്ചത് ഇതെന്താ വരുന്നത്? കൂടോത്രാണ്. കൂടോത്രം 90 नंबर स्वाहा, इंग्लिश में 100 में से 95 नंबर स्वाहा। കൂടോത്രം. ഇവിടെ നമ്മൾ കൂടോത്രം ചെയ്യാണ്. ഇവിടെ ആരെങ്കിലും മോബ്സ് വല്ലതും ഉണ്ടോ? മോബ്സേ ഒന്ന് വായോ, ഒന്ന് വായോ. ഇവിടുന്ന് മോബ്സിനൊന്നും കാണുന്നില്ല. നമുക്ക് പോയി നോക്കാം. അയ്യോ, ഡോറടയ്ക്കാൻ മറന്നുപോയി. ഡോറച്ചില്ല. ഡോറടാ. അല്ലേ നമുക്ക് അപ്പുറത്തെ റൂട്ട് വഴി വരാം. രാവിലെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോട്ടെടുത്ത് പോവാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. ഞാൻ പറയാൻ മറന്നു. ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് കുളിക്കാനുള്ളൊരു പൂളാണ്. ഇതിനൊക്കെ ഇറങ്ങി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഇന്റീരിയറൊക്കെ വരുന്നത്. നമുക്ക് ഇതുവഴി ചാടാം. അയ്യോ, ഈ സംഭവം അവളാണ് മുങ്ങിയത്. പക്ഷെ വന്നത് ഇവിടാണ്. ബാക്കിയുള്ള സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മെയിൻ സാധനം. ഇത് ഞാൻ ഒരിടത്തു നിന്ന് കണ്ടുപിടിച്ച് അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് വെച്ചാണ്. അല്ല, ഞാൻ ഈ സാധനങ്ങളൊന്നും ബിൽഡ് ചെയ്തുണ്ടാക്കിയില്ല. പക്ഷെ നമുക്ക് അവിടെ ഒരിടത്ത് ഇതേപോലെ ഓർമ്മയില്ല. അപ്പം ഞാൻ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് വെച്ചാണ്. നമുക്ക് നെതറിലൊന്നും പോയി ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണിച്ചു തരാം. നെതറിൽ പോയില്ല. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും എന്നൊക്കെയാണ് പറയണേ. നമ്മൾ നെതറിലെത്തി. നെതർ ഇത്തിരി സീനാണ് ഗൈസ്. ഞാൻ ഇവിടെ ഒന്ന് പെട്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ടും നടക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. ആകെപ്പാട് ഒരു ലൈറ്റേ ഉള്ളൂ. പതുക്കെ ഇങ്ങനെ നടന്ന് പോകാം. അയ്യോ ചത്തേ. അയ്യോ, നെതറിത്തിരി സീനാണ്. നെതർ സീനാണ്. നമുക്ക് തിരിച്ച് ബാക്ക് ടു നമ്മൾ റീസ്പോൺ ആയേക്കാണ്. നമ്മൾ ഈ നെതർ വേൾഡിൽ പോയിട്ട് അപ്പോൾ തന്നെ ചത്തുപോയി. നമുക്ക് അവിടെ ഞാൻ അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരൊക്കെ അവന്മാരുമായിട്ട് ജസ്റ്റ് നെതർ വേൾഡിൽ പോയി. നമുക്കിപ്പം ഒരു കാര്യം ചെയ്യാൻ കഴിയും. എന്താ പറ്റിയ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ പോയിട്ട് ആ ഹോഴ്സിൻ്റെ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി പണിയുണ്ട്. നമുക്ക് വീടൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഫസ്റ്റ് പിക്കാക്സ് എടുക്കാം. പിക്കാക്സ് ഇപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഈ സാധനം ഉണ്ട് TNT വർക്കാകുന്ന ഈ സാധനം വെച്ചിട്ടാണ്.
ഇത് നമുക്ക് പുറത്തുകൊണ്ട് വെക്കണം ഗൈസ്, ഈ ടോർച്ച് കുറേ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ളതാണ് സാധനങ്ങൾ. ഇതിനകത്താണ് അല്ല, ഇതിനകത്തൊക്കെ അമ്പൊക്കെയാണ് ഗൈസ്. ഇതാണ് ഗൈസ്, ഇത് നമുക്ക് കുറച്ചെടുക്കാം. ഒരു 2, 3, 4 എണ്ണം എടുക്കാം ഗൈസ്. അങ്ങനെ പണി കുറച്ച് കല്ലും കൂടെ ഉണ്ടെങ്കിൽ സ്റ്റോണൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. ഏതിനകത്ത് പോയി ഏതിനകത്തൊക്കെ എന്തൊക്കെയാ വെച്ചിട്ടുണ്ട് നോക്കി നോക്കാം. എവിടേക്കാണ് വെച്ചേക്കുന്നത് നോക്കി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഒരു അരിഞ്ഞ എടുത്ത് കൊണ്ടുവരാം. ഇതിനുള്ള സെറ്റപ്പ് ഞാൻ കാണിച്ചു തന്നെ കംപ്ലീറ്റ്. ജസ്റ്റ് ആ ഒരു ഗ്ലാസ് മാത്രമേ ഞാൻ കാണിച്ചോളൂ നിങ്ങളെ. അപ്പം നമുക്കത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയർ. നമ്മൾ 4 പേരുണ്ട് മൊത്തം. ഇവിടെ നമ്മുടെ നിക്കി, ഇവിടെ നമ്മുടെ വിഗ്, അവിടെ വൈശാഖ്, ഇവിടെ വൈശാഖ്, ഇവിടെ വൈശാഖ്, ലൈഫ് പോയി. ഇവിടെ ഞാൻ MG എന്നൊക്കെ എഴുതിയിട്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെയാണ് നമ്മുടെ സീറ്റിംഗ് വരുന്നത്. നമ്മളിവിടെ എല്ലാ ലൈറ്റൊക്കെ വെച്ച് ക്യാമ്പ് ഫയറിനെ പറ്റിയ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കാണ്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞില്ല, കൂടോത്രമാണ് ഇവിടെ. അവിടെ കൂടോത്രത്തിൽ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് പോവാം. ഇതാണ് ഈ സീക്രട്ട് ബേസിൻ്റെ ഡോർ. നേരത്തെ കാണിച്ചായിരുന്നു, ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അയ്യോ, ഡോർ വയ്ക്കാൻ പറഞ്ഞു. സോറി, വീണ്ടും ലൈഫ് ഇതിന് സ്വാഡുണ്ട്. ഇത് നേരത്തെ കാണിച്ചായിരുന്നു, എങ്കിലും വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. ഈ ബോക്സ് ഞാൻ കാണിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ബോക്സ്. ഇതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരും കൂടെ പറഞ്ഞു. പക്ഷെ അവന്മാർക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ പ്രശ്നം എന്താ അറിയില്ല. ഞങ്ങൾ ഓൺലൈൻ കളിച്ചുകൊണ്ടിരുന്നതാണ് നേരത്തെ. ഞാനും ഇതും കൂടി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താ സംഭവം കറക്റ്റായിട്ട് അറിയാൻ പാടില്ല എന്താ പറ്റിയെന്ന്. ഞങ്ങൾ കുറേ ഓൺലൈൻ കുറേ കളിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്തെടുത്തത്. പക്ഷെ കുറേ കളിച്ച് കഴിഞ്ഞപ്പോഴേ ഇനി സെക്കൻഡ് ഫ്ലോർ ഉണ്ട് ഇതിന് പെയിൻറ്റിങ് സെക്ഷൻ. നിങ്ങൾക്കത് കാണിച്ചെന്നൊന്നും എനിക്കറിയില്ല. പെയിൻറ്റിങ് സെക്ഷൻ ഇതാണ് പെയിൻറ്റിങ് സെക്ഷൻ. നമ്മുടെ പെയിൻറ്റിങ്സ് എല്ലാം വെച്ച് സെറ്റപ്പ് ആക്കി എടുത്തേക്കാണ്. ഇതുണ്ട് ഇത് അടിപൊളിയല്ലേ. ഇത് തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടും ഗൈസ്. ഇത് വെട്ടിയെടുക്കാം. അങ്ങനെ അവർ ടെസ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഇവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്യണം. മടിയിരിക്കട്ടെ തൽക്കാലം. ഡർട്ട് തൽക്കാലം ഇരിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത് എനിക്ക് അറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലേ സാധനം. എന്തിനോ വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് എന്തിനും ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ജസ്റ്റ് ഇവിടെയൊക്കെ അടയ്ക്കണം ഗൈസ്. ഇത് സെറ്റിൽ ചെയ്യണം. അതിനുള്ള മേളിലത്തെ സംഭവം ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുണ്ട് ഗൈസ്, നമ്മൾ മേളിലൊരു മറൈൻ അക്വേറിയം ഉണ്ടാക്കിയേക്കാണ്. ഇങ്ങനെ പോകാനാണ് ബാക്കി സെറ്റപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓടാ അയ്യോ, ഇതൊക്കെ എന്തെങ്കിലും കൊടുക്കും പറ്റുന്നു. സ്ഥലമുണ്ട് ഒക്കെ. ഇതാണ് ഈ നമ്മുടെ കുതിര സെക്ഷൻ. ഈ വഴി ഒന്ന് അകത്ത് കയറാം. മക്കളെ സുഖല്ലേ? എന്തൊക്കെയുണ്ട് മച്ചാനെ? എന്താണ് മച്ചാൻ്റെ പരിപാടി? മച്ചാൻ്റെ ഫുഡൊക്കെ കഴിക്കണ്ട? മച്ചാന്മാരൊക്കെ സ്ഥലം കൊണ്ടായിട്ട് നിൽക്കുന്നതാണ് ഗൈസ്. കുറച്ചും കൂടെ നമുക്ക് കുതിര ഇവിടെ സ്പോൺ ചെയ്യണമെന്നുണ്ടായിരുന്നു ഗൈസ്.
എഗ്ഗ് തീർന്നു ഗൈസ്. ഇത്ര ഉള്ള എഗ്ഗേ ഉള്ളായിരുന്നു. ഇനി കുറച്ചും കൂടെ എഗ്ഗ് ഉണ്ടാക്കണം. കുതിരയെ ഫോം ചെയ്യാനുള്ള ഹോഴ്സ് എഗ്ഗ്. പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. ഇവിടെ അധികം നിന്നാൽ ശരിയാവില്ല. അമ്മമാരൊക്കെ ഉണ്ടായിപ്പാണ് ഗൈസ്. എപ്പോൾ വേണേലും പുറത്ത് ചാടും. ഇവിടെ ഞാൻ ഇതേപോലെ ക്യാമ്പ് ഫയർ തെറ്റിയാണ്. നമ്മുടെ ജിമ്മിനായിട്ടുള്ള വിഗ് കൊണ്ടുവന്ന് ഇവിടെ വെള്ളം ഒഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ് നിറച്ച് ആ ബക്കറ്റ് വർക്ക് ചെയ്യാനുള്ള വെള്ളം കോരണത്. അപ്പം നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോയി തുറക്കണം. ഇവിടെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ബാക്ക് ഡോർ ഇനി എന്താ കാണിക്കാനുള്ളത്? ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ പണി കംപ്ലീറ്റ് തീർക്കണം കേസ് ഇനി. അപ്പം ഇനി ഒരു കാര്യം ചെയ്യും, കംപ്ലീറ്റ് ലൈഫ് അങ്ങ് എടുക്കുക. എന്താണിത്? നമുക്ക് ഇവിടെ ഒരു ഡോറും കൂടി സെറ്റ് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആലോചന ഒന്നും ആയിട്ടില്ല. നമ്മുടെ മൈനിങ് ഏരിയ കാണിച്ചില്ലല്ലോ ഗൈസ്. മൈനിങ് ഏരിയ ഇപ്പോൾ ഗുഹയായിട്ടാണ് ഗൈസ്. അപ്പുറത്തൊരു മൈനിങ് ഏരിയ ഉണ്ട്. ആദ്യത്തെ മൈനിങ് ഏരിയ ഞാൻ തൽക്കാലത്തേക്കൊന്ന് മൂടി ഗൈസ്. അതെ, അവിടെ മോബ്സൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമ്പിനപ്പുറത്തുള്ള കൂടോത്രത്തിന് മേലെ ചവിട്ടാതെ പോകണം. അല്ലെങ്കിൽ നമ്മൾ ലൈഫ് കുറയും. നമ്മൾ ചിലപ്പോൾ ചാവുന്നില്ല. ഇതാണ് ഇപ്പോൾ തൽക്കാലത്തെ മൈനിങ് റൂം. ഇവിടെ എങ്ങനെയുണ്ടാവും കംപ്ലീറ്റ് സെറ്റപ്പ്? പൊളിയല്ലേ? നമുക്ക് കുറച്ചുകൂടി എടുക്കാം. ഈ ഡയമണ്ട് പിക്കാക്സ് അടിപൊളിയാണ്. നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഓരോന്ന് വെട്ടി എടുക്കാം. ഗൈസ്, അടുത്ത വീഡിയോയിൽ ഞാൻ മിക്കവാറും ഈ ബേസ് ആയിരിക്കത്തില്ല ഗൈസ്. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ വേറൊരു ബേസ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവന്മാരുടെ ഇഷ്ടം വെച്ചിട്ടാണ് ഗൈസ്. എന്താ പ്ലാനെന്നൊന്നും എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. അവന്മാരെല്ലാം കൂടെ എന്തോ ബേസ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിക്കിയും വിഗും വൈശാഖും ഒക്കെ കൂടെ. നിക്കിയൊക്കെ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അത് ഞങ്ങൾ മൊത്തം 4 പേരാണ് ഗൈസ് ഈ ടീമിൽ ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? വില്ലേജ് ഹണ്ട് ചെയ്യണം. വില്ലേജ് കണ്ടുപിടിക്കണം. അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഹണ്ട് ചെയ്ത് തോപ്പിക്കണം. എന്നിട്ട് ആ വില്ലേജ് സ്വന്തമാക്കണം. കഷ്ടപ്പെട്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ചവൻ എന്ത് ചെയ്യാനാ? കൈക്കൂലി മേടിക്കാത്ത ഓഫീസർമാർ എന്ത് ചെയ്യാനാ? കൈമുറിയെ പണിയെടുക്കുന്നവൻ എന്ത് ചെയ്യാനാ? ശത്രുവിന്റെ ഒറ്റയ്ക്ക് വെട്ടിയെടുത്തവനോ? മെറിറ്റിൽ വന്നവനോ? റോക്കി ബൈയുടെ മൈൻഡ് ഗൈസ്. റോക്കി ബൈ, കട്ട റോക്കി ബൈ. നമുക്ക് നോക്കാം. നമുക്കിനി നമ്മുടെ ബ്രിഡ്ജിന്റെ പണി തീർക്കണം. അങ്ങോട്ടൊരു ഡോർ സെറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നതാണ്. ഞാൻ സെറ്റ് ചെയ്തില്ല. സെറ്റ് ചെയ്യാൻ നമുക്ക് ഡോറ്. ബ്രിഡ്ജ് ഇവിടെ അല്ലേ വരുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ഡോർ സെറ്റ് ചെയ്യാം. ഇതിന് ഷവറാണ്. നമ്മളൊരു പുതിയ സെറ്റ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാ ബോട്ടും ഇറക്കാം ഗൈസ്. നമ്മൾ ബോട്ടെല്ലാം കളത്തിലോട്ട് ഇറക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ നാവൽ ഫോഴ്സ് ഇതിനെന്താ ഇത്ര പ്രത്യേകത? ചെസ്റ്റ് ഉണ്ട് ഗൈസ്. അങ്ങനൊരു പ്രത്യേകത ഉണ്ട്. ചെസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് നോക്കട്ടെ. ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റൂല.
ഓപ്പൺ. ഇതിനകത്ത് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം വെള്ളം. പിന്നെ ഒരു പിക്കാക്സ് ഇരിക്കട്ടെ. നമുക്കെന്നാൽ പിന്നെ വണ്ടി കയറാം. ജസ്റ്റ് ഓപ്പൺ ആവുന്നേ ഉള്ളല്ലേ. ഓപ്പൺ ചെയ്തൊക്കെ ക്ലോസ് ചെയ്യണം. മീനൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത. എങ്ങനെ ഇവിടെ എത്തുമ്പോൾ ലൈഫ് കുറയുന്നത്? ഇവിടെ മിക്കവാറും ലൈഫ് കുറയുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ചെറുതായിട്ടൊന്ന് ലൈഫ് കുറയുന്ന പോലെ തോന്നി. മഴ വന്നു. മഴ നമുക്ക് വീട്ടിൽ കയറാം. മഴ വന്നു പനിയിരിക്കും. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വർക്ക് കംപ്ലീറ്റ് തീർക്കാൻ വന്നേക്കാണ്. ഇവിടെ ടെസ്റ്റിന് സാധനം എടുക്കാൻ പറ്റൂല. ഇതല്ലേ ഗ്ലാസ്. പണിയാണ്. നമുക്ക് പണിയിട്ടില്ല. നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ട്. നല്ല കട്ടിയുള്ള ഗ്ലാസ്. ഇത് ലൈറ്റ് ബ്ലൂ ഗ്ലാസ്സാണ് സാർ. സാധാ ഗ്ലാസ്സല്ല, ലൈറ്റ് ബ്ലൂ കളർ ഗ്ലാസ്. ഇവിടെ ഇറങ്ങിയിട്ട് വന്നുണ്ട്. അവിടെ പണിയാൻ പറ്റുന്നില്ല. വണ്ടി ഒന്ന് മാറ്റിയിടാം. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലവൻ കയറാറാണ്. ഉണ്ട്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാറായി. ആഹാ, അത്രക്കാണ്. വെറുതെ ഇല്ല. ഒറ്റടിക്ക് ചത്തുപോയി സാർ. പക്ഷെ പാവം വെച്ചായിരുന്നു, കൊല്ലണ്ടായിരുന്നു. പാവം ഇതൊരു വിഷമം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണിച്ചിട്ട് ഈ സ്കോഡ് വെച്ചിട്ട് ഒറ്റടിക്ക് ചാവും. പശുവിനെ തന്നെ കണ്ടില്ലേ, ഒറ്റടി അടിച്ചടിയാണ്. ബോട്ടിൽ കയറി. ഇതാണ് നമ്മുടെ നേവൻ സ്കൂൾ. നമുക്ക് ഇതെല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. ഇവിടെ ബോട്ടുകളെല്ലാം സെറ്റ് ചെയ്യാറ്. ഒറ്റ ബോട്ടൊന്നുമല്ല, നമ്മളെ ഏതൊക്കെ ബോട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ബോട്ട് സെറ്റ് ഇല്ല. ഇവിടെ ഒരു ബോട്ട് സെറ്റ് ചെയ്യാം. ബോട്ടിന് സ്ഥലമില്ല. അയ്യോ, ബോട്ടിന് സ്ഥലമില്ല. നമുക്ക് കുഴപ്പമില്ല, അപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്യാലോ. അപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്യാൻ സ്ഥലമുണ്ടല്ലോ. പോകാൻ സ്ഥലമില്ലല്ലോ.
അടുത്തൊരെണ്ണം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഓർമ്മ ഇതാണ് ഈ നമ്മൾ നേവൽ ഫോഴ്സ് വരുന്നത്. അപ്പുറത്തെ സൈഡിൽ ബോട്ട് എടുത്ത് കറക്കി ഇപ്പുറത്തൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയാം. കറക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ റൂട്ട് വല്ലതും വഴി കറങ്ങിപ്പോകും. ഇത് വല്ല വഴിയുണ്ടാവും അപ്പുറത്തേക്ക് ചെല്ലാണെങ്കിൽ. നമ്മളങ്ങനെ നീണ്ട ഒരു യാത്ര ചെയ്യും. വേറെ വെള്ളം കൂട്ടില്ല. One eternity later. സൈഡിലെത്തിയേക്കാണ്. നമ്മുടെ വീട് ഇവിടുന്ന് കാണാൻ നല്ല ലുക്കില്ലേ? ഇവിടുത്തെ ലുക്കല്ലേ? ആ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ തന്നെ നല്ല ലുക്കുണ്ട്. നമുക്ക് നമ്മുടെ ബോട്ട് ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. ബോട്ട് ജട്ടി സദ്യയല്ലേ ജട്ടിയല്ലേ ബോട്ട് ജട്ടി നമുക്കിവിടെ പാർക്ക് ചെയ്യാം. നമ്മളിവിടെ ബോട്ട് 1 2 3 ബോട്ടുണ്ട്. 4ാമത്തെ ബോട്ട് സെറ്റ് എല്ലാം ഇവിടെ പാർക്ക് ചെയ്യാം. എനിക്ക് ഈ റൂട്ട് വഴിയാണ് വില്ലേജിലോട്ട് പോകണ്ട. അവന്മാർ വരുന്നില്ല. അതാണ് നിങ്ങൾക്ക് വേണ്ടത് മൾട്ടിപ്ലെയർ ആണോ അതോ സാധാ വേൾഡാണോ എന്ന് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ കളിക്കുന്ന ഇതാണോ അതോ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ കളിക്കുന്നതാണോ കംഫർട്ട്, കാണാൻ ഇഷ്ടം, കൂടുതൽ ഇഷ്ടം എന്ന് നിങ്ങൾ കംഫർട്ട് ഇതാക്കുന്നത്? ഗൈസ് നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ്. നമുക്ക് ഈ സാധനം കിട്ടിയിട്ട് കുറച്ച് നേരമായി. ഇത് എവിടെയെങ്കിലും യൂസ് ചെയ്യണം. ഇങ്ങനെന്തോ ആണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. ഞാനിത് വിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അയ്യോ തിരിച്ചെടുക്കാൻ പറ്റും ഗൈസ്. നമുക്ക് മേളിൽ പോയിട്ട് ഒരു പശുവിനെ വരെ കൊന്നു നോക്കാം. സോംബിനൊന്നും കാണില്ല എന്താണെന്ന്. ഓ ചുമ്മാ തന്നെ ലൈഫ് പോകും ഗൈസ്. സോംബിയൊന്നും പ്രത്യേകിച്ച് വേണ്ട ആവശ്യമില്ല. എൻ്റെ ഈ പാട്ട കളിക്കുകയാണെങ്കിൽ ലൈഫ് പോകും. വണ്ടി നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഗൈസ് നമുക്കൊന്ന് പോയി കൊന്നു നോക്കാം. ബോട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അയ്യോ ചാടാൻ പറ്റാനുള്ള ഗൈസ്. നോക്കട്ടെ ഈ ഒരു ഏരിയയിലൂടെ പോവാം. അത് ഗൈസ് ആ കുതിരേനെ കൊന്നു നോക്കാം. കുതിര ഭയങ്കര ശല്യമാണ് ഗൈസ്. കുറേ ആളുകൊണ്ട് അവിടെ നിൽക്കുന്നു. എന്തിനാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തിനോ വന്ന് നിൽക്കുന്നു ഗൈസ്. പിന്നെ വെറുതെ ഇപ്പോൾ നമ്മുടെ ഏരിയ ഒന്നും നിൽക്കണ്ട. നമ്മുടെ പീസായി. ഞാനിവിടുത്തെ ഡോൺ ഗൈസ്. നമ്മൾ ഈ കുതിരനെ അയ്യോ കുതിര നമ്മളെ പൊക്കിയെടുത്തോണ്ട് പോകണം ഗൈസ്. ഇറങ്ങണം. ഇതാണ് അയ്യോ കുതിര ചത്തില്ല ഗൈസ്. പശുവിനെ ടെസ്റ്റ് ചെയ്യാം ഗൈസ്. ഓ ഒറ്റടി ചത്ത് ഗൈസ് പശു. അപ്പം നമുക്ക് ഫുഡിനുള്ള വഴിയായി. പശുവിനെ കൊന്നാൽ മതി. പശു എന്തായാലും ഭാര്യ വരില്ല.
അടുത്തത് നമുക്ക് ഈ സാധനം ടെസ്റ്റ് ചെയ്ത് നല്ലതായി. സോംബിയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. രണ്ടടിയൊക്കെ ചാവും സോംബിയൊക്കെ. എന്തിനാ എൻ്റെ ഏരിയ വന്നിരിക്കുന്നത്? എൻ്റെ ഏരിയയിൽ മാത്രമേ ഇതൊക്കെ വന്നിരിക്കും. സഹജീവി സ്നേഹം നമ്മൾ ഈ മൈൻക്രാഫ്റ്റിൽ കാണിക്കൂല. നോ സഹജീവി സ്നേഹം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ കുതിരയ്ക്ക് ഫുഡും കൂടെ കൊടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഗൈസ്. നമ്മളെ വീറ്റാണ് ഗൈസ് കുതിരയ്ക്ക് ഫുഡായിട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്കിത് കൊടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് മൾട്ടിപ്ലെയർ കളിക്കാം ഗൈസ്. അയ്യോ, കുതിര പുറത്തിറങ്ങി ഗൈസ്. അത് പോട്ടെ, അതിന് ഫുഡ് വേണമെങ്കിൽ കൊടുക്കണ്ട ഗൈസ്. മക്കളെ നീ വന്നേ, എല്ലാവരും വാ, എല്ലാവരും വാ 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 വാ. നമ്മളവനെ പുറത്ത് വരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫുഡ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കും, ഫുഡ് കഴിക്കും, ഫുഡ് കഴിക്കും. ഫുഡ് കഴിഞ്ഞാൽ ഫുഡ് എല്ലാവരും ആക്രാന്തത്തോടെ തിന്നുക. തീറ്റിപ്പിരാന്തന്മാരാണ് ഫുള്ള് തീറ്റിപ്പിരാന്തന്മാരാണ്. ആ കുതിര നമ്മളെ വാക്ക് ധിക്കരിച്ച് പുറത്ത് നമ്മളതിനെ കൊന്നിട്ടേ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ. എൻ്റെ വാശിയാണ് നമ്മുടെ തൃക്കണ്ണ് എടുത്തിട്ട് ശിവൻ്റെ തൃക്കണ്ണ് ഉറക്കുന്നവരാണ് നമ്മൾ ഈ സാധനം വെച്ച് വെക്കുന്നത്. അയ്യോ, ഉറക്കി വിടാറ് കുതിരാന്ന് നോക്കില്ല. അയ്യോ, നമ്മൾ ചത്തേരായിപ്പോൾ കൂടോപ്പുറം ചെയ്ത് കുതിര പോകാം. ഓം സ്വാഹ സ്വാഹ സ്വാഹ. അങ്ങനെ നമ്മൾ താഴേന്ന് പൊങ്ങി മേടി വന്നേക്കാണ്. ഒറ്റ ബുദ്ധിയാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കൊന്നിരിക്കുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. പൈസ എന്നിട്ട് നമ്മളെ ചത്തു നമ്മൾ ചാവുകയും ചെയ്യും. സാധനം എടുക്കണമെങ്കിൽ ഒരു ചാവും. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ വീടിൻ്റെ ഡോറില്ല, വീഡിയോ തടയാം. ഡോറെല്ലാം ക്ലോസ് ചെയ്യാൻ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും അമ്മമാരൊക്കെ വന്ന് കയറും. ആരൊക്കെ വന്ന് കയറുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടുത്തേക്ക് ഒരു ഡോർ ഉണ്ടാക്കണം. നമുക്ക് അത് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇവിടുത്തേക്ക് ഒരു ഡോർ ഉണ്ടാക്കണമല്ലോ. ഡോർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും നോക്കട്ടെ ഗൈസ്. ഇല്ലെങ്കിൽ നമ്മൾ അത് മുറിച്ച് നമ്മുടെ സാധനങ്ങൾ സെറ്റാക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഡോർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിർത്തോളൂ ഗൈസ്. ഡോർ ഉണ്ടാക്കാനുള്ള സാധനം ഇല്ലല്ലോ. ഇതുണ്ടാക്കിയത് എന്തൊരു ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ ക്യാക്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആക്സും കൂടെ സാധാ ആക്സും കൂടെ ഉണ്ടാക്കണ്ടായിരുന്നു. ഡയമണ്ട് ആക്സ്. ഇവിടെ മരമൊന്നും കാണുന്നില്ലല്ലോ. വെട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടാണ്. നമ്മുടെ ചാർജ് നമ്മുടെ ഇനി ഒരു ഗെയിമിംഗ് ആപ്പ് എടുക്കാനാണ് ഭാവിയിലെ പ്ലാൻ. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കുന്നത്. നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ലാപ്പിലോട്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. നമ്മുടെ വീഡിയോ ഇൻട്രോ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇൻട്രോ കാണിച്ചത് പെട്ടെന്ന് നിർത്താം. ഞാൻ ഡോറുണ്ടാക്കില്ല. ഡോറിനിപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ ചെയ്യാമെന്ന് കരുതി. പെട്ടെന്ന് ഇൻട്രോ ഞാൻ കാണിച്ചു തരാം. ഈ ഫ്രണ്ടേഷൻ ഇപ്പം ഇങ്ങനെയാണ് ഫ്രണ്ടേഷൻ വന്നേക്കുന്നത്. ഇതിലായിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ പൊളിയാണ്. കൂട്ടുകാരുണ്ടായിരുന്നു ഉണ്ടാക്കിയ വീടാണ്. എന്നാലും പകുതിയോളം ഉണ്ടാക്കിയതാണ്. ആൾക്കാരൊക്കെ മാത്രം അവന്മാർ സഹായിച്ചോളും. പിന്നെ ആ പെയിൻറ്റിങ് ഇറക്കി
അതുകൊണ്ട് നാളത്തെ വിഗ്ഗാണ്. അപ്പോൾ വിഗ്ഗിനൊരു ടാങ്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിട്ടാണ്. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഗൈസ് MG. കൂട്ടുകാർക്കൊക്കെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ MG. ബൈ ഗൈസ്, ഐ എം ലീവിങ്. ബൈ ബൈ.